CPIM-ന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സഖാവിൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയായതിൽ പ്രതിഷേധിച്ച് മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഗോവിന്ദൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയും UDF പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയ എന്ന UDF സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാനായി രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം വിദ്വേഷം പറഞ്ഞവരും വെറുപ്പ് പറഞ്ഞവരും ഒക്കെയും പരസ്പരം കൈമാറുന്നുമുണ്ട്. അതൊക്കെ ധാരണകളിലേക്ക് എത്തുന്നുമുണ്ട്. പക്ഷേ ഈ സന്ദർഭങ്ങളിലെല്ലാം ഇസ്ലാമോഫോബിയ ഈ ഇലക്ഷൻ്റെ ഭാഗമായി സൃഷ്ടിക്കാനാണ് ഒരുപാട് പേർ ശ്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഒരു മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് നടത്തിയത്. നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നത്രേ. പിന്നെ ഗോവിന്ദന് തൊപ്പിയും പച്ച ഷാൾ പുതപ്പിച്ചതും. അതുകൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുമാകുമ്പോൾ അത് നല്ല മുസ്ലിം വോട്ടും മറ്റേത് വർഗീയ മുസ്ലിം വോട്ടുമായി മാറുന്നത്. വേറൊരു ജാതിയിലും നല്ല വോട്ടും വർഗീയ വോട്ടുമില്ല. വേറൊരു പാർട്ടിയിലേക്കും പോയാൽ ഇത്തരം ആക്ഷേപങ്ങളൊന്നുമില്ല. വേറൊരു പാർട്ടിയിൽ മത്സരിച്ചാലും കൗമും അതുപോലെ തന്നെ കാഫറും ഒന്നും പ്രസക്തവുമല്ല. ഇലക്ഷനും ഇസ്ലാമോഫോബിയയുടെ ഒരു കച്ചവടമായി മാറുമ്പോൾ ഇസ്ലാമോഫോബിയ ഉപയോഗിച്ചത് ഐക്യരാഷ്ട്രസഭയാണ്. അതിനെതിരെ ഒരു ദിവസവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തൊരുപാട് രാജ്യങ്ങളിൽ ആസൂത്രിതമായി ഇത് പ്രചരിപ്പിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തിയത്. കേരളത്തിലും ഇതിൻ്റെ പല വേർഷൻസും ഉണ്ടായിരുന്നു. ഇന്ത്യയിലാകെയും രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചെങ്കിലും കേരളത്തിൽ മുഖ്യധാരാ കക്ഷികൾ അത് പ്രതിരോധിക്കുകയായിരുന്നു. എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ ബോധപൂർവം സാക്ഷാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ മലപ്പുറം പ്രയോഗവും മുസ്ലിം ലീഗ് പ്രയോഗവുമൊക്കെ ഈ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിരുന്നു. ആ പ്രയോഗങ്ങൾക്ക് കടുത്ത ഭാഷയിൽ എതിർത്ത് രംഗത്ത് വരേണ്ട CPIM ആകട്ടെ വളരെ മൃദുവായ ഭാഷയിൽ സരസ്വതി കടാക്ഷം തുളുമ്പുന്ന വാക്കുകളായിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അതിനു മുമ്പ് പാർലമെൻറ്റ് ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് മത്സരിച്ചപ്പോഴാണ് കാഫർ സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങിയത്. കാഫർ സ്ക്രീൻഷോട്ടിനെ അന്വേഷിച്ച് എന്നിട്ട് ഒടുവിൽ ഒരു പ്രതിയെയും കിട്ടാതെ അത് നമ്മുടെ ശൈലജ ടീച്ചറുടെ പത്രസമ്മേളനത്തിൽ ഒക്കെ അങ്ങ് അവസാനിച്ചു. ഒടുവിൽ സമ്മതിച്ചില്ലെങ്കിലും കേരളത്തിലെ സമൂഹ മനസാക്ഷി തിരിച്ചറിഞ്ഞു കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഷാഫിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഷാഫിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. നോക്കൂ, ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കാസ വളരെ കൃത്യമായ വിദ്വേഷം പ്രചരിപ്പിച്ച ഒരു കൂട്ടായ്മയാണ്. RSSനും വളരെ കൃത്യമായ മുസ്ലിം വിരോധത്തിൻ്റെ പക്ഷമുണ്ട്. എന്നാൽ അത്തരം വോട്ടുകളൊന്നും തന്നെ ഈ വർഗീയതയുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്നതേയില്ല. അവിടെയൊന്നും നല്ല ക്രിസ്ത്യൻ വോട്ട്, വർഗീയ ക്രിസ്ത്യ വോട്ട്, നല്ല ഈഴവ വോട്ട്, വർഗീയ ഈഴവ വോട്ട്, നല്ല നായരോട്ട്, വർഗീയ നായരോട്ട് ഈ ചർച്ചയില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ടിലേക്ക് വരുമ്പോൾ അത് PDPയുടേത് സെക്കുലർ വോട്ട്, ജമാഅത്ത് ഇസ്ലാമിയുടേത് വർഗീയ വോട്ട് ഒരു പാർട്ടിക്ക്. VD സതീശന് ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നല്ല വോട്ട്, SDPAയുടേത് വർഗീയ വോട്ട്. ആകെയുള്ളത് ഒരു മുസ്ലിം സമൂഹമാണ്. അവർക്കുള്ളത് രാഷ്ട്രീയ വോട്ടാണ്. അവർ പ്രയോഗിക്കുന്നതും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി, ഞാൻ ഇലക്ഷന് മത്സരിക്കുമ്പോൾ വിജയിച്ചു കഴിഞ്ഞ് SDPAക്കാരാണ് വിജയിച്ചത് എന്ന് പറയുമ്പോഴും പാലക്കാട്ടെ മുസ്ലിം ജനസമൂഹം കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെയാണ് അവരെല്ലാ കാലത്തും വോട്ട് ചെയ്യുന്നത്. ആ രാഷ്ട്രീയ ബോധമാണ് അവിടെ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇലക്ഷൻ ആകുമ്പോൾ ആ സിറ്റുവേഷൻ അങ്ങ് മാറിമറിയുകയാണ്. അത് ഒരു മോശമായ പ്രവണതയാണ്. നിങ്ങൾക്ക് വോട്ട് വാങ്ങാം, വാങ്ങാതിരിക്കാം. ഒരു വിഭാഗത്തിന് കിട്ടുമ്പോൾ അത് വർഗീയ വോട്ടും മറുവിഭാഗത്തിന് കിട്ടുമ്പോൾ അത് ദേശീയ വോട്ടുമായി മാറുന്ന ഒരു പ്രവണത ഈ ഇരുമുന്നണികളും വലതുമുന്നണിയും ഇടതുമുന്നണിയും അവസാനിപ്പിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ പരസ്യമായി ആര് വോട്ട് തന്നാലും വാങ്ങും എന്നുറക്കെ പ്രഖ്യാപിക്കണം. അവിടെ വ്യക്തി താല്പര്യവും എൻ്റെ തീരുമാനവും നിൻ്റെ തീരുമാനവുമല്ല. അവിടെ ഒരു സമൂഹത്തെ ഇങ്ങനെ വർഗീകരിച്ച് ചിത്രീകരിക്കുന്നതൊരു മോശം പ്രവണതയാണ്. അതിനെതിരെ ചില സാമൂഹ്യ നിരീക്ഷകരും മറ്റുമൊക്കെ പ്രസ്താവന ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു സംഗതിയാണ്
ഫാത്തിമ തഹ്ലിയയെ എതിർക്കുന്നതിന് വേണ്ടി ഒരു അനൗൺസ്മെൻറ്റ് പുറത്തു വന്നത്. ആ അനൗൺസ്മെൻറ്റ് ഞാൻ കേൾപ്പിക്കുന്നില്ല, എല്ലാവരും കേട്ടതാണ്. എന്ന് വെച്ചാൽ അവിടെ പ്രചരണം നടത്തുന്നവർ തങ്ങളുടെ കൗമിൽപ്പെട്ട മോൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഫാത്തിമ തഹ്ലിയ അവിടെ ചെന്നൊരു വൈബ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിലും ആ കുട്ടി വളരെ സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആൾക്കൂട്ടവും ആരവവും കാണുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഈ പേരാമ്പ്ര എന്ന് പറയുന്ന സീറ്റ് CPIM എന്നും ജയിച്ചു പോരുന്ന TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ വളരെ ശ്രദ്ധാപൂർവം അവിടെ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം പറയേണ്ടതിന് പകരം കൗമിൻ്റെ മോളാക്കി ചിത്രീകരിച്ച് ബാക്കിയുള്ള സമൂഹങ്ങൾക്കിടയിൽ ഒരു ധ്രുവീകരണം നടത്തി മുസ്ലിം വിരോധം വിൽക്കുന്നത് എന്തിനാണ്? ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതാണ് ഒട്ടും മനസ്സിലാവാത്തത്. ഇതൊക്കെ നിഷേധിക്കുമ്പോഴും ഇനി മൂന്നാമതായി പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് വേറൊന്നുമല്ല. മൂന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞ ഗോവിന്ദൻ ചേർന്നത് UDF മുന്നണിയുടെ പിന്തുണ സ്വീകരിച്ചാണ്. ആ പിന്തുണ സ്വീകരിച്ചപ്പോൾ സനീഷ് കുവേരി എന്ന് പറയുന്ന പാർട്ടി ചിഹ്നമിട്ട ഒരാളിട്ടിരിക്കുന്ന പോസ്റ്റ് അയാൾ തന്നെ ഉണ്ടാക്കിയതായിരിക്കത്തില്ല. ഗോവിന്ദൻ്റെ തലയിൽ തൊപ്പിയും വെച്ച് തോളിൽ പച്ച പുതപ്പും പുതപ്പിച്ച് ഒരു മുസ്ലിം സാമുദായിക നേതാവിൻ്റെ പരിവേഷം നൽകിയാണ് അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അയാൾ ചേർന്നത് മതം മാറിയില്ല, അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് പറഞ്ഞില്ല, അയാൾ പാർട്ടിയിൽ നിന്ന് മാറിയില്ല, അയാൾ പാർട്ടിയോട് വിയോജിച്ച് വേറൊരു തരത്തിൽ മാറി നിന്നു. അങ്ങനെ ആരെല്ലാം ഉണ്ടായിട്ടുണ്ട്? ലതിക സുഭാഷ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നില്ല, അവർ CPMൽ പോയപ്പോൾ ആരെങ്കിലും ഒരു കുരിശും പിടിച്ച് നിൽക്കുന്ന ചിത്രം അത് പരസ്യപ്പെടുത്തിയോ? അതുപോലെ തന്നെ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വേണ്ടി നിന്ന സരിൻ മറുവശം ചാടിയപ്പോൾ അയാളുടെ ജാതി അടയാളപ്പെടുത്തി ഒരു സംഗതി ഉണ്ടാക്കിയോ? ഇയാൾ മതം മാറിയതെങ്കിൽ അങ്ങനെ തൊപ്പി വെച്ചു കൊടുക്കാം. അദ്ദേഹം മാറിയത് പാർട്ടി എടുത്ത തീരുമാനത്തോട് വിയോജിപ്പുള്ളതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചിത്രം ഇതാണ്. എന്ന് വെച്ചാൽ എതിർക്കുന്നത് വർഗീയതയെയല്ല, എവർ കൂടി വിദ്വേഷത്തിൻ്റെ ഭാഗമായി ഭൂരിപക്ഷമായ ഹിന്ദു സമുദായത്തെ ഏകീകരിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. കഷ്ടമാണ്, മോശമാണ്. കേരളമായതുകൊണ്ട് അത്തരം കെടുതിയിൽ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ വീഴില്ലെന്ന് വിശ്വസിക്കാം.